2012 കാലഘട്ടത്തിൽ അമേരിക്കൻ EPA എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി, അത് അമേരിക്കയുടെ ഒരു ഫെഡറൽ ഗവൺമെന്റിന്റെ ഭാഗമാണ്, ഡിപ്പാർട്ട്മെന്റാണ്. ഇത് പ്രകൃതി, അതായത് നമ്മളുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് മറ്റേ പുകപടലങ്ങൾ ഉണ്ടാക്കുക, എമിഷൻസിനെ കുറിച്ചൊക്കെ പഠനം നടത്തുന്ന അതൊക്കെ നിയന്ത്രണത്തിലാക്കുന്നതും ഈ പ്രകൃതിയെ പരിസ്ഥിതി അതല്ലെങ്കിൽ പൊല്യൂഷനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഇവിടുത്തെ EPA, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. ഈ ഏജൻസി കണ്ടുപിടിച്ചത് ഒരു ജർമ്മൻ നിർമ്മിത ഡീസൽ വാഹനങ്ങൾ, പ്രത്യേകിച്ച് വോക്സ് വാഗന്റെ ഭാഗമാണ് പോർഷെ, അങ്ങനെയുള്ള ബ്രാൻഡുകൾ അമേരിക്കയെ EPA പറ്റിച്ചുകൊണ്ട് കൂടുതലായിട്ട് എമിഷൻസ് പുറന്തള്ളുന്നു, പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. അതിന് അമേരിക്കയെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് അതിലൊരു സോഫ്റ്റ്വെയർ ഘടിപ്പിച്ചിരിക്കുന്നു. ഈ സോഫ്റ്റ്വെയർ ഘടിപ്പിച്ച് അമേരിക്കയിൽ അനുവദനീയമായതിലും കൂടുതലായിട്ട് പൊടിപടലങ്ങളും പൊല്യൂഷനും ഈ വാഹനങ്ങൾ ഉണ്ടാക്കി. എന്നാൽ അമേരിക്കയോട് പറഞ്ഞു ഈ ഡീസൽ വാഹനങ്ങൾ അത്തരം പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ ഇതിന്റെ ഏറ്റവും കീ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇത് കണ്ടുപിടിച്ചത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള 2 സ്റ്റുഡൻസ് ആണ്. അവര് വെസ്റ്റ് വെർജീനിയ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആയിരുന്നു. അവരുടെ പ്രൊഫസർ അവരോട് പറഞ്ഞു ഈ പൊല്യൂഷനെ കുറിച്ച് ഒരു പഠനം നടത്താൻ പറഞ്ഞു, ഈ വാഹനങ്ങൾ ഉണ്ടാക്കുന്ന. അതിന്റെ ഭാഗമായിട്ട് അവർ കുറച്ച് വാഹനങ്ങൾ, വോക്സ് വാഗന്റെ വാഹനങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ടെസ്റ്റിംഗ് നോക്കി കഴിഞ്ഞപ്പോൾ EPA അനുവദിച്ചതിലും 150% ഈ ഡീസൽ വെഹിക്കിൾസ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അമേരിക്കയിൽ. അത് എങ്ങനെ EPA കണ്ടുപിടിച്ചില്ല, അതെങ്ങനെ ഇവിടുത്തെ PUC, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, അതല്ലെങ്കിൽ സ്മോക്ക് ടെസ്റ്റ് എന്നൊക്കെ പറയും അമേരിക്കയിൽ, അതിനെ എങ്ങനെ തരണം ചെയ്തു, അതിനെപ്പറ്റി റിസർച്ച് നടത്തിയപ്പോഴാണ് ഈ കുട്ടികൾ കണ്ടുപിടിച്ചത് ഇതിനെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഡിവൈസിന്, ഇത് ടെസ്റ്റ് ചെയ്യുന്ന ഡിവൈസിനെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ തന്നെ വോക്സ് വാഗന്റെ വാഹനങ്ങളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നു. എത്രമാത്രം ക്രൈം, ഒരു നിഗൂഢമായ, അതല്ലെങ്കിൽ ഒരു എത്രമാത്രം ഇത് ഒരു മോശമായ ഒരു പ്രവൃത്തിയാണ് ഈ വോക്സ് വാഗൻ അന്ന് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടുപിടിച്ച കുട്ടികളുടെ പേര് എന്ന് പറയുന്നത്, ഒന്ന് അരവിന്ദ് തിരുവെങ്കടം, വെസ്റ്റ് വെർജീനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും, അടുത്ത ആള് ഹേമന്ത് കപ്പണ്ണ. ഇവര് 2 ആളും ഒപ്പം തന്നെ മാർക്ക് ബെഷ് എന്ന് പറഞ്ഞ ഒരു സ്വിറ്റ്സർലൻഡുകാരനും കൂടിയാണ് ഈ ഒരു റിസർച്ച് നടത്തിയത്. വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, പൊല്യൂഷൻ. അപ്പോഴാണ് വോക്സ് വാഗന്റെയും പോർഷെ പോലെയുള്ള കാറുകളുടെയൊക്കെ കള്ളക്കളി കണ്ടുപിടിക്കുകയും അമേരിക്ക അതിന്റെ മേലെ 2015 $30 ബില്യൺ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നത്. അതിൽ $30 ബില്യൺ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു തുകയാണ്. ഏകദേശം ഒരു 2,40,000 കോടി രൂപയോളമാണ് വോക്സ് വാഗന് നാശനഷ്ടം ഉണ്ടാക്കിയതായിട്ട് കണക്കാക്കിയത്. പക്ഷെ അവർ കൊടുത്ത തുക അതിലും കുറവായിട്ടാണ് അറിയാൻ സാധിച്ചത്. 14.7 ബില്യൺ FTCക്ക്, കാലിഫോർണിയ FTC ഫോർ സെറ്റിൽമെന്റ് 14.7 ബില്യൺ അതിന്റെ സെറ്റിൽമെന്റ് നടന്നത്. ഇത് നടന്ന വേളയിൽ തന്നെ ഈ വാഹനങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ പോലെയുള്ള 3ാം ലോക രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്ത് എന്ന് ഈ കാലഘട്ടത്തിൽ വിശേഷിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഈ പറഞ്ഞ ഡീസൽ വാഹനങ്ങൾ ഇപ്പോഴും ഓടിക്കുന്നു. അമേരിക്ക പോലെയുള്ള ഇത്രയും ശക്തമായ നിയമ വ്യവസ്ഥിതി നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഓൾ ജർമ്മൻ ഡീസൽ കാറുകളും ബാൻ ചെയ്തു. മെഴ്സിഡീസ് ബെൻസ് അവരും പറ്റിക്കായിരുന്നു എന്നാണ്. പക്ഷെ ഇവിടെ പത്രമാധ്യമങ്ങൾക്ക് പണം കൊടുത്തോ എന്തോ അറിയില്ല, അവരുടെ പേരൊന്നും പുറത്തു വന്നില്ല. BMW ഡീസൽ വാഹനങ്ങൾ. അതുപോലെ ജർമ്മനി വാഹന നിർമ്മാണത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവരുടെയാണ് മെഴ്സിഡീസ് ബെൻസ്, BMW, വോക്സ് വാഗൻ, പോർഷെ, അങ്ങനെ ഒട്ടനവധി ജർമ്മൻ
ബ്രാൻഡ്സ്, ഈ ബ്രാൻഡിനൊക്കെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടാണ് അവരുടെ ഡീസൽ വാഹനങ്ങൾക്കുള്ളിൽ ഒരു സോഫ്റ്റ്വെയർ ഘടിപ്പിച്ചിരിക്കുന്നു അമേരിക്കൻ EPA പറ്റിക്കാനായിട്ട്. അത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലാക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും ഒരു ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു പ്രവൃത്തിയാണ്. എന്നാൽ നമ്മൾ വീണ്ടും മനസ്സിലാക്കുന്ന ഈ പൊല്യൂഷന് ഇന്ത്യൻ സർക്കാരും നടപടികൾ എടുത്ത് ഇങ്ങനെയുള്ള വാഹനങ്ങൾ നിർത്തലാക്കി ഇലക്ട്രിക് കാഴ്സിലേക്കോ അതുമല്ലെങ്കിൽ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ പോലുള്ള വാഹനങ്ങളിലേക്ക് പോകുന്നതായിരിക്കും ഇനിയും നമ്മുടെ പ്രകൃതിക്കും പൊല്യൂഷൻ കുറയ്ക്കുന്നതിനും എല്ലാം നല്ലത് എന്നാണ് നമുക്ക് എല്ലാം അനുമാനിക്കാൻ സാധിക്കുക.